ആര്യവൈദ്യശാലയിലെ 8ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുറത്ത് ഗേറ്റൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഒ പിയിലേക്കുള്ള വരി ഇങ്ങനെ റോട്ടിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എല്ലാവരും നടന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 7 മണിക്ക് ഭക്ഷണം, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തും കേട്ടോ. ഇന്ന് നമുക്ക് കിട്ടിയത് ഇടിയപ്പവും അതുപോലെ ചെറുപയറിൻ്റെ കറിയും പാൽച്ചായയാണ്. പിന്നെ എന്നും പാൽച്ചായ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനിടയിൽ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഓരോരുത്തർ ഡിസ്ചാർജായി പോകുന്ന സമയത്ത് മധുരം കൊടുക്കും. അതേമാതിരി ഉച്ചക്കത്തെ ചോറ് വന്ന് താളം കൂട്ടാനും പിന്നെ കർമൂസ കൊണ്ടുള്ള കറിയും പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വൈകുന്നേരത്തെ സായാഹ്ന സന്ധ്യ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആ ശങ്കരേട്ടൻ പാട്ട് പാടുകയാണ് കേട്ടോ. കാരണം സംസ്കൃത സംഗീതം ആയതുകൊണ്ട് എനിക്കത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിൽ വോയിസ് ഒന്നും കൊടുക്കാഞ്ഞത്. പിന്നെ വാർഡൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെയുള്ള സായാഹ്ന സന്ധ്യയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാട്ടുകളൊക്കെ പാടി പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയമായിട്ടോ. ഇത് സായാഹ്ന സന്ധ്യ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലായ്പ്പോഴും എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. ഇല്ലാത്തവർ ഉള്ളവർ കൊടുക്കും. എല്ലാവർക്കും തികഞ്ഞിക്കണമെന്നൊക്കെ ചോദിക്കട്ടോ. നല്ലൊരു കൂട്ടായ്മയാണ് ഈ വാർഡിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ രാത്രിക്കത്തേക്ക് ഇന്ന് ഇവിടെ പേഷ്യൻറ്റിന് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞും അതുപോലെ ഒരുപാട് കൂട്ടുകറികൾ ആണ് കേട്ടോ. അതായത് ചേനയും കായയും അങ്ങനെ എല്ലതും കൂടെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കിട്ടിയത്. പിന്നെ അതിലേക്ക് നെല്ലിക്കച്ചാറും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറത്തുനിന്ന് എനിക്ക് പത്തിരി വാങ്ങിയിരുന്നു. പിന്നെ ഇവിടെയുള്ള ഈ കൂട്ടാനും അതേമാതിരി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന അച്ചാറുണ്ടായിരുന്നു, അമ്പഴങ്ങൻ്റെ, അതൊക്കെ കൂട്ടി തിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.